സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 മരണം. മലപ്പുറം പയ്യനാട് ഇതര സംസ്ഥാന തൊഴിലാളി ദിക്ഷക് മാണ്ടിയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. കോട്ടയം മാളിയക്കടവിൽ താറാവ് കർഷകൻ മുങ്ങി മരിച്ചു. അതിശക്തമായ മഴയിൽ പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടം. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മലപ്പുറം പയ്യനാട് അൽമദീന ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി ദിഷക് മാണ്ടിയാണ് ഇന്നലെ രാത്രിയോടെ മരിച്ചത്. 45 അടിയോളം താഴ്ചയുള്ള ക്വാറിയിൽ നിന്നും യുവാവിനെ സ്കൂബ ടീം അംഗങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു. മട്ടന്നൂർ ഇരിക്കൂർ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡിടിഞ്ഞു. പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവശേഷിച്ച റോഡാണ് പുഴയിലേക്ക് തകർന്നു വീണത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. സമീപത്തെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ പുള്ള് മനക്കൊടി റോഡിലൂടെയുള്ള ഗതാഗതവും പൂർണ്ണമായും നിർത്തിവെച്ചു. പാടശേഖരങ്ങളിൽ വെള്ളമുയർന്ന് റോഡിനു മുകളിലൂടെ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലം തോട്ടിൽ വെള്ളം കരകവിഞ്ഞു. തുടർച്ചയായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അരുവിപ്പാറ ജലാശയം കരകവിഞ്ഞു. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. കല്ലാച്ചി സ്വദേശി കക്കോഴിപ്പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ പുറത്തേക്കോടിയതിനാൽ ആളഭയം ഒഴിവായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ആലപ്പുഴ തലവടിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നീരേറ്റുംപുറം പുത്തൻപറമ്പ് ബിൽഡിംഗിലും മണലേൽ സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നത്. മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ 75ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്.